ഹായ് ഓൾ, വൺസ് കോച്ചിങ്ങിൻ്റെ മറ്റൊരു സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂളിൻ്റെ 2022 ഡിസംബർ മാസം ചോദിച്ച ആദ്യത്തെ 3 മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇന്ന് 4ാമത്തെ മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം. സോ 2022 ഡിസംബർ മാസം നടന്ന എക്സാം 4ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 4ൽ നമുക്ക് സിലബസ് വളരെ ചെറുതാണ്. മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം സിലബസ് വളരെ ചെറുതാണ്. സോ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ സിലബസിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഈ വർഷം 2022 ഡിസംബർ മാസം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് ഇവിടുന്ന് സ്ട്രെങ്തനിങ് മെക്കാനിസംസ് അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് അലോയ് സ്റ്റീൽസ് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ഓരോ അലോയ് സ്റ്റീൽസും നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് തരുന്നത് ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ അടുത്തത് ഹൈ സ്പീഡ് സ്റ്റീൽസ്, എന്താണ് ഹൈ സ്പീഡ് സ്റ്റീൽസ്, അത് എന്ത് പ്രോപ്പർട്ടിയാണ് തരുന്നത്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോൺ ഫെറസ് അലോയ്സ്, എന്താണ് നോൺ ഫെറസ് അലോയ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ സിലബസിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കും, കാരണം മൊഡ്യൂൾ വളരെ ചെറുതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്ക്രൈബ് ദി പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് മെക്കാനിസം ഇൻ മെറ്റീരിയൽസ്. സോ പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് മെക്കാനിസം, ഇത് നമ്മുടെ മൊഡ്യൂൾ സിലബസിലെ സ്ട്രെങ്തനിങ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്കാണ്. ഓക്കെ, സോ എന്താണ് പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് മെക്കാനിസം ഇൻ മെറ്റീരിയൽസ്, അതാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് ദി കോമ്പോസിഷൻ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ് ഓഫ് ഗൺമെറ്റൽ. ഗൺമെറ്റലിന്റെ കോമ്പോസിഷൻ, പ്രോപ്പർട്ടി ആൻഡ് യൂസ്, ഇത് രണ്ടുമാണ് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം. സോ എന്താണ് പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ്? സോ പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് പറയുന്നതിന് മുമ്പ് എന്താണ് ഫേസ് എന്ന് പറയുന്നത്? ഈ ഫേസ് എന്ന് പറയുന്നത് എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മൾ നോർമലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫേസുകൾ ഏതൊക്കെയാണ്? സോളിഡ് ഫേസ്, അതുപോലെ ലിക്വിഡ് ഫേസ്, അതുപോലെ ഗേഷ്യസ് ഫേസ്. ഇതൊക്കെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്, അല്ലെ? ഫേസ് എന്ന് പറയുന്നത് നോർമലി ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. എന്നാൽ നമുക്ക് ഇതല്ലാതെ വേറെയും ഫേസുകളുണ്ട്. അതായത് ഇപ്പൊ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ ഈ സോളിഡിന്റെ അകത്ത് തന്നെ നമുക്ക് പല ഫേസ് ഉണ്ടെന്ന് പറയാം. സപ്പോസ് നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ. സോ ആ മെറ്റീരിയൽ സോളിഡ് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കാം. സോ അതിന്റെ ഓരോ ആറ്റോമിക് അറേഞ്ച്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനങ്ങോട്ട് സൂം ചെയ്ത്, ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് സൂം ചെയ്ത് അതിന്റെ ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ ഗ്രെയിനുകൾ എടുത്തു കഴിഞ്ഞാൽ, ഓരോ ഗ്രെയിനുകൾ, സപ്പോസ് ഒരു മെറ്റീരിയൽ ആണിത്, അപ്പൊ അതിന്റെ ഓരോ ഗ്രെയിനുകൾ നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രെയിനുകൾ കാണാൻ പറ്റും. ഗ്രെയിനുകൾ ഇങ്ങനെ പല പല റീജിയൻസ്. ഈ ഗ്രെയിനുകളുടെ അകത്ത് ആറ്റങ്ങൾ പല രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. സപ്പോസ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഇരുമ്പിന്റെയും അഥവാ അയണിന്റെയും കാർബണിന്റെയും ഒരു അലോയാന്ന് വിചാരിക്കാം. സോ ഇതിന്റെ അകത്ത് ചിലപ്പോ ഈ അയണും കാർബണും കമ്പൈൻ ചെയ്ത ഫോമില ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Fe3C ഫോമില ആയിരിക്കും. Fe3C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമെന്റൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സിമെന്റൈറ്റ്. സോ ഒന്നല്ലെങ്കിൽ ഇതിങ്ങനെ കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ കാർബൺ ഫ്രീ കാർബൺ ആയിട്ട് ഇങ്ങനെ ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ഫ്ലേക്കുകളായിട്ടോ ഇങ്ങനെ കാണാൻ പറ്റും. സോ ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ ആ സോളിഡിന്റെ അകത്ത് പല രീതിയിലാണ് ഈ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഓരോ ഫേസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു പേര് വിളിക്കാം. അപ്പൊ ഓരോ പേരാണ്. ആൽഫ ഫേസ്, ഇത് നമുക്ക് തീറ്റ ഫേസ്. ഓക്കെ, ഇതിനെ നമ്മൾ ഫേസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയും. അപ്പൊ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, അതല്ലാതെ തന്നെ ഈ സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ആറ്റങ്ങൾ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓരോ അറേഞ്ച്മെന്റിനെ നമുക്ക് ഓരോ ഫേസ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ഫേസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വന്നില്ല, എന്താണ് ഫേസ് എന്ന് പറഞ്ഞുള്ളൂ. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോസ് എൻ്റെ കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ ടെമ്പറേച്ചർ വേഴ്സസ് ആ മെറ്റീരിയലിന്റെ കോമ്പോസിഷൻ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കെന്ന് വിചാരിക്കാം. സോ നമ്മളിങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫാണെന്ന് വിചാരിക്കാം. ആക്ച്വലി എല്ലാ മെറ്റീരിയലിനും ഒരു ടെമ്പറേച്ചർ വേഴ്സസ് കോമ്പോസിഷൻ ഗ്രാഫ് ഓൾറെഡി നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ വേഴ്സസ് കോമ്പോസിഷൻ ഗ്രാഫ് ഇതാന്ന് വിചാരിക്കാം. സോ
നോർമൽ ടെമ്പറേച്ചറിൽ ആ മെറ്റീരിയലിന്റെ ഫേസ് എന്ന് പറയുന്നത് ഒരു ആൽഫ ഫേസ് ആൻഡ് ഒരു തീറ്റ ഫേസിന്റെ കോമ്പോസിഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ചുമ്മാ നമ്മളൊരു പേര് വിളിക്കുകയാണ്. ഒന്നാമത്തെ ഫേസ് ആൽഫ, രണ്ടാമത്തെ ഫേസ് തീറ്റ. അതായത് രണ്ട് ഡിഫറെന്റ് ഓറിയന്റേഷൻ, രണ്ട് ഡിഫറെന്റ് സ്ട്രക്ചറുകൾ, അതിന്റെ ഒരു കോമ്പോസിഷൻ ആണ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ആ മെറ്റീരിയലിന് ഉള്ളത്. ഓക്കെ, സോ റൂം ടെമ്പറേച്ചറിലെ ഫേസ് ആൽഫ പ്ലസ് തീറ്റ ആണ്. ആഫ്റ്റർ ഹീറ്റിംഗ് ടു എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോമ്പോസിഷൻ സപ്പോസ് കംപ്ലീറ്റ്ലി ആൽഫ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ലിക്വിഡ് ഫേസ് എന്തിനാവട്ടെ. സോ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അതായത് വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് ആ മെറ്റീരിയലിന്റെ റൂം ടെമ്പറേച്ചറിലുള്ള ഫേസ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് തീറ്റ ആണ്. നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് അതിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നു? TO എന്ന് വിളിക്കണം അതിന്. അത് ആൽഫ ഫേസിലേക്ക് മാറുവാണ്. ആ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ആൽഫ ഫേസിലേക്ക് മാറുവാണ്. സോ അങ്ങനെ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്. അപ്പൊ ഞാൻ മെറ്റീരിയലിന് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഹീറ്റ് ചെയ്യുന്നു, റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, TO എന്ന് പറയുന്ന ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം എന്ത് ചെയ്യുന്നു? ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. സോ ഇങ്ങനെ TO എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ അകത്തുള്ള ഫേസ്, അതായത് ഇനീഷ്യലി ആൽഫ പ്ലസ് തീറ്റ എന്ന ഫേസ് ആണ് റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ TO എന്ന് പറയുന്ന ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തപ്പോൾ, അതിന്റെ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആ ടെമ്പറേച്ചറിൽ കുറച്ചൊരു ഹോൾഡ് ചെയ്ത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് കംപ്ലീറ്റ് ആയിട്ട് ആൽഫ ഫേസിലേക്ക് മാറി എന്ന് വിചാരിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ആൽഫ ഫേസിലേക്ക് മാറി. ഇനി ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്? സഡൻ ആയിട്ട് ക്വഞ്ച് ചെയ്യാണ്. എന്താണ് ക്വഞ്ചിങ്? എന്താണ് ക്വഞ്ചിങ് എന്ന് പറയുന്നത്? ക്വഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ കൂളിങ്ങിനെയാണ് നമ്മൾ ക്വഞ്ചിങ് എന്ന് പറയുന്നത്. സഡൻ കൂളിംഗ്, അതായത് വാട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടോ ഒരു മെറ്റീരിയലിനെ ഒരു ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് സഡൻ ആയിട്ട് കൂൾ ചെയ്യുന്ന പരിപാടിനെ നമ്മൾ എന്ത് പറയുന്നത്? ക്വഞ്ചിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ T0 അല്ലെങ്കിൽ T0 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സഡൻ ആയിട്ട് ക്വഞ്ച് ചെയ്യുന്നു. അപ്പൊ T0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ആൽഫ ഫേസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ സാധനം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ക്വഞ്ച് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഈ പറയുന്ന ആൽഫ ഫേസ് കിട്ടുന്നു. എന്തുകൊണ്ടാണ് റൂം ടെമ്പറേച്ചർ ആൽഫ ഫേസ് കിട്ടുന്നത്? നമ്മൾ ക്വഞ്ചിങ് ആണ് ചെയ്യുന്നത്. ക്വഞ്ചിങ് ചെയ്യുമ്പോൾ മറ്റേ രണ്ടാമത്തെ ഫേസ് തീറ്റ, ആ ഫേസ് ഉണ്ടാവാനുള്ള അവസരം നമ്മൾ കൊടുക്കൂല. രണ്ടാമത്തെ ഫേസ് തീറ്റ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അല്പം സ്ലോ റേറ്റിൽ ക്വഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ സ്ലോ റേറ്റിൽ കൂൾ ചെയ്യണം. പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഹയർ റേറ്റിൽ കൂൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ്? നമുക്ക് ഈ പറയുന്ന തീറ്റ ഫേസ് അപ്രത്യക്ഷമായി പോകും. അതായത് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ പറയുന്ന ആൽഫ ഫേസിലുള്ള സ്ട്രക്ചർ കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു മെറ്റീരിയൽ എടുത്തു, അതിനെ ആൽഫ ഫേസ് സ്റ്റേബിൾ ആവുന്നവരെ അല്ലെങ്കിൽ ആൽഫ ഫേസ് മാത്രം ഫോം ചെയ്യുന്ന ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തു. ആ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പൊ ആ മെറ്റീരിയലിന്റെ അകത്തുള്ള കംപ്ലീറ്റ് സ്ട്രക്ചറും ആൽഫ ഫേസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സഡൻ ആയിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് കൊഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കംപ്ലീറ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആൽഫ ഫേസിൽ നിലനിൽക്കുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ വീണ്ടും പതിയെ ഒന്ന് ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, വീണ്ടും പതിയെ ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റ ഫേസ് പയ്യെ ഫോം ചെയ്യാൻ തുടങ്ങും. തീറ്റ ഫേസ് പയ്യെ ഫോം ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഫോം ചെയ്യുന്നതിന് നമ്മൾ പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയും. സോ നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ, എന്നിട്ട് ആ ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തീറ്റ ഫേസ് അവിടെ ഇവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പതിയെ അതിനെ കൂൾ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഫേസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ആൽഫ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം പൂർണ്ണമായിട്ടും ആൽഫ ഫേസ് ഉള്ള, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തീറ്റ ഫേസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത രൂപത്തിലുള്ള ഒരു മെറ്റീരിയൽ കിട്ടും. സോ ഇതിന് കമ്പാരിറ്റീവ്ലി ഹാർഡ്നെസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള മെറ്റീരിയലിന്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്നത് പേരാണെന്ത്? പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ്. സോ ഞാൻ ഈ പറഞ്ഞതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഗ്രാഫ് വരച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഇത് ചിലപ്പോൾ നമുക്ക് 7 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള മെറ്റീരിയലിനെ, അതിന്റെ അകത്ത് ആൽഫ പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആ കോമ്പോസിഷൻ ഉണ്ട്, ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ് മിക്സ്ചർ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? T0 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. T0 എന്ന ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്താണ്? ആ ടെമ്പറേച്ചറിൽ വെച്ച് എന്താണ്? ആൽഫ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ആ മെറ്റീരിയൽ എന്തായിരിക്കും? ആൽഫ ഫേസിലായിരിക്കും.
സോ ആ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, എന്തിനു വേണ്ടി? കംപ്ലീറ്റ് മെറ്റീരിയൽ ആൽഫ ഫേസിലേക്ക് മാറാൻ വേണ്ടി. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സഡൻ കൂൾ ചെയ്യുന്നു. സഡൻ കൂളിംഗ് വിളിക്കുന്ന പേരാണ് എന്ത്? ക്വഞ്ചിങ്. സോ ഇത്രയും ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ ട്രീറ്റ്മെന്റ്. ഓക്കെ, സൊല്യൂഷൻ ട്രീറ്റ്മെന്റ്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു, അവിടെ ഹോൾഡ് ചെയ്യുന്നു, സഡൻ ആയിട്ട് കൂൾ ചെയ്യുന്നു. സോ ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂഷൻ ട്രീറ്റ്മെന്റ്. സോ ആഫ്റ്റർ സൊല്യൂഷൻ ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പിന്നെ പയ്യെ ഒന്ന് ഹീറ്റ് ചെയ്യും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ. ഇനീഷ്യൽ ആദ്യം പറഞ്ഞ T0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യില്ല, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു, അവിടെ ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്ലോ ആയിട്ട് കൂൾ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? സ്ലോ ആയിട്ട് കൂൾ ചെയ്യുന്നു. സോ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്ലോ ആയിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന തീറ്റ ഫേസ് പയ്യെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ ഈ രണ്ടാമത്തെ ഹീറ്റിംഗ് പ്രോസസ്സിന് വിളിക്കുന്നവരാണ് എന്ത്? പ്രിസിപ്പിറ്റേഷൻ ട്രീറ്റ്മെന്റ്. പ്രിസിപ്പിറ്റേഷൻ ട്രീറ്റ്മെന്റ്. സോ എക്സാം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഇത്രേ ഉള്ളൂ. പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം, അതിൽ രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിൽ രണ്ട് ഹീറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. ഒന്ന് സൊല്യൂഷൻ ട്രീറ്റ്മെന്റ്, രണ്ട് പ്രിസിപ്പിറ്റേഷൻ ട്രീറ്റ്മെന്റ്. സൊല്യൂഷൻ ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ മെറ്റീരിയലിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ TO എന്ന് പറയുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്നു, അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, സഡൻ ആയിട്ട് കൂൾ ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂം ടെമ്പറേച്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൽഫ ഫേസ് ഉള്ള മെറ്റീരിയൽ കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ പയ്യെ എന്ത് ചെയ്യും? ഈ പറയുന്ന തീറ്റ ഫേസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിനെ? സ്ലോ ആയിട്ട് കൂൾ ചെയ്യും റൂം ടെമ്പറേച്ചറിലെ. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആൽഫ ഫേസ് ഉള്ള, അതിന്റെ ഇടയ്ക്ക് എവിടെയൊക്കെയോ കുറച്ച് ഈ പറയുന്ന തീറ്റ ഫേസ് ഉള്ള ഒരു, അല്ലെങ്കിൽ തീറ്റ ഫേസ് പ്രിസിപ്പിറ്റേറ്റ് വന്ന രീതിയിലുള്ള നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നു. ഇതാണ് എന്ത്? പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. സോ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ്. സോ സ്ട്രെങ്തനിങ് മെക്കാനിസം പലതരത്തിലുണ്ട്. പല രീതിയിൽ നമുക്ക് മെറ്റീരിയലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതിലുള്ള ഒരു മെക്കാനിസം ആണ്, ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഗൺ മെറ്റൽ. ഗൺ മെറ്റലിന്റെ പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. സോ എന്താണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഗൺ മെറ്റലിന്റെ ബുള്ളറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? ഗൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൺ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോപ്പർ, ടിന്ന്, സിങ്ക്. കോപ്പർ, ടിന്ന്, സിങ്ക്, ഇതിന്റെ മൂന്നിന്റെയും കൂടി എന്താണ്? ഒരു കോമ്പോസിഷൻ ആണ്. ഓക്കെ, കോപ്പർ, ടിന്ന്, സിങ്ക്. അത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഈ കോപ്പർ പ്ലസ് ടിൻ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പർ പ്ലസ് ടിൻ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ പ്ലസ് ടിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ പ്ലസ് ടിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ബ്രോൺസ് അല്ലെ? അതുപോലെ കോപ്പർ പ്ലസ് സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ പ്ലസ് സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാസ് അല്ലെ? ബ്രാസ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗൺ മെറ്റൽ. അതായത് കോപ്പർ പ്ലസ് ടിന്ന് പ്ലസ് സിങ്ക് നമുക്ക് എന്ത് കിട്ടുന്നു? ഗൺ മെറ്റൽ കിട്ടുന്നു. സോ ഗൺ മെറ്റലിന്റെ കോമ്പോസിഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, കോഴ്സ് കഴിഞ്ഞിട്ട് കേരള PEC എക്സാം ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഈ കോമ്പോസിഷൻ ഒക്കെ എല്ലാ കൊല്ലം ചോദിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ കോപ്പർ, ബ്രോൺസ്, ബ്രാസ്, ഇതിന്റെയൊക്കെ കോമ്പോസിഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഗൺ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ, ടിന്ന്, സിങ്ക് എന്നിവയുടെ ഒരു കോമ്പോസിഷൻ ആണ്. ഇതിൽ ഈ സിങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് ഈ മെറ്റീരിയലിന്റെ ഫ്ലൂയിഡിറ്റി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് എന്ത്? ഈ സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക്. ഇനി നമ്മൾ സംടൈംസ് ഇതിലെ കുറച്ച് ലെഡ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ലെഡ് ആഡ് ചെയ്ത് നമുക്ക് കാസ്റ്റബിലിറ്റി ആൻഡ് മെഷീനബിലിറ്റി കൂടുന്നാണ് പറയുന്നത്. ഇതിനെ കാസ്റ്റബിലിറ്റി, അതായത് കാസ്റ്റിംഗ് എബിലിറ്റി, അതുപോലെ മെഷീൻ ചെയ്യാനുള്ള എബിലിറ്റി, ഈസി ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റും. സോ അത് കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് എമൗണ്ട് ലെഡ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ യൂഷ്വലി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ബെയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുപോലെ സ്റ്റീം പൈപ്പ് ഫിറ്റിംഗ്സ്, അതുപോലെ മറൈൻ കാസ്റ്റിംഗ്സ്, ഹൈഡ്രോളിക് വാൽവ്സ്, ഗിയേഴ്സ് എക്സെട്ര. അങ്ങനെ പല രീതിയിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇതിന്റെ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഗൺ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിഷൻ ആണ് കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്. ഓക്കെ, സിങ്ക് ഫ്ലൂയിഡിറ്റി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മൾ ലെഡ് ആഡ് ചെയ്യാറുണ്ട്. ഈ ലെഡ് ഇതിന്റെ കാസ്റ്റബിലിറ്റിയും മെഷീനബിലിറ്റിയും കൂട്ടുന്നു. നമ്മുടെ ഗിയറുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ബെയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി, സ്റ്റീം പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി, ഇതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഗൺ മെറ്റലിന്റെ കോമ്പോസിഷൻ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ മൊഡ്യൂൾ 4ൽ നിന്ന് ചോദിച്ചിരിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. സോ എസ്എ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഒന്ന്,
ഹൗ വേരിയസ് അലോയിങ് എലമെന്റ്സ് ഇൻഫ്ലുവൻസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ. എങ്ങനെയാണ് പല അലോയിങ് എലമെന്റ് ഈ പറയുന്ന സ്റ്റീലിന്റെ പ്രോപ്പർട്ടീനെ അഫക്ട് ചെയ്യുന്നത്. 2, ഗീവ് ദി കോമ്പോസിഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ ആൻഡ് വൈറ്റ് അയൺ. ഹൈ സ്പീഡ് സ്റ്റീലിന്റെയും വൈറ്റ് അയണിന്റെയും എന്താണ് പ്രോപ്പർട്ടീസ് ആൻഡ് കോമ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. 3, ഹൗ കോൾഡ് വർക്കിംഗ് ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. കോൾഡ് വർക്കിംഗ് എങ്ങനെയാണ് മെറ്റീരിയൽസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദി ഫോളോവിംഗ് സ്ട്രെങ്തനിങ് മെക്കാനിസംസ് ഇൻ മെറ്റൽസ്. സ്ട്രെങ്തനിങ് ബൈ ഗ്രെയിൻ സൈസ് റിഡക്ഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ബൈ സോളിഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ്. Then 18ാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് എന്താണ്? വാട്ട് ആർ നോൺ ഫെറസ് അലോയ്സ്? ഗിവ് എക്സാമ്പിൾസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്. നോൺ ഫെറസ് അലോയ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേരിയസ് അലോയിങ് എലമെന്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. ഇപ്പൊ കുറെ അലോയിങ് എലമെന്റ്സ് ഉണ്ട്. എല്ലാ അതിന്റെ പ്രോപ്പർട്ടീസ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമുക്ക് ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ അലോയിങ് എലമെന്റ്സും ഓരോ പ്രോപ്പർട്ടി ആയിരുന്നു, പലതും പല പ്രോപ്പർട്ടി ആയിരുന്നു. എന്നാൽ എല്ലാം കൂടി കാണാൻ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ല. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്? ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു 5, 6, 7 മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ഓക്കെ പഠിക്കാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഞാൻ പറയാം, ഏതൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ മാംഗനീസ് എന്ന അലോയിങ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ മെറ്റീരിയലിന് കൊടുക്കുന്നത്, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടും നോക്കാം. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പല എഫക്റ്റ് ഉണ്ട്. ജനറലി ഈ മാംഗനീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാംഗനീസ് നമ്മുടെ മെറ്റീരിയലിലുള്ള അല്ലെങ്കിൽ സ്റ്റീലിലുള്ള സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്യും. സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാംഗനീസ് സൾഫൈഡ് ഉണ്ടാവും. ഓക്കെ, മാംഗനീസ് സൾഫൈഡ് ഉണ്ടാവും. ഈ മാംഗനീസ് സൾഫൈഡ് എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ സൾഫറിന്റെ നെഗറ്റീവ് എഫക്ട്സ് കുറയ്ക്കും. ഈ സൾഫർ അത്ര നല്ല സാധനമല്ല. ഓക്കെ, ഒരു അയൺ കാർബൺ അലോയിൽ അല്ലെങ്കിൽ സ്റ്റീലില് സൾഫർ ഉണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. സോ ഈ സൾഫറിന്റെ എഫക്ട് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് മാംഗനീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ മാംഗനീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഈ മാംഗനീസ് ഈ സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താവും? മാംഗനീസ് സൾഫൈഡ് ആവും. സോ മാംഗനീസ് സൾഫൈഡ് ആയി കഴിഞ്ഞാൽ സൾഫറിന്റെ എഫക്ട് നമുക്ക് അല്പം കുറയ്ക്കാൻ പറ്റും. സോ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് സൾഫർ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന മാംഗനീസ് ഉപയോഗിക്കാൻ പറ്റും. സോ അതർ പ്രോപ്പർട്ടീസ്, ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അലോയിങ് എലമെന്റ് ആണ്. ഇത് ഫംഗ്ഷൻ ആസ് എ ഡിയോക്സിഡൈസർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അതുപോലെ ഇതെന്ത് ചെയ്യുന്നു? ഇത് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നു, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, ഹാർഡനബിലിറ്റി ഓഫ് സ്റ്റീൽ ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് ഈ ഹാർഡനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാർഡനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഡെപ്തിലേക്ക് നമുക്ക് ഹാർഡ്നെസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ സർഫസിൽ നിന്ന് എന്തുമാത്രം ഡെപ്തിലേക്ക് ഹാർഡ്നെസ് കൊടുക്കാൻ പറ്റും, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സർഫസിൽ നിന്ന് എന്തുമാത്രം ഡെപ്തിൽ ഹാർഡ്നെസ് ഉണ്ട്, അതാണ് ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. സോ മാംഗനീസ് ആഡ് ചെയ്ത് ഹാർഡനബിലിറ്റി കൂട്ടാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്തത് മൊളിബ്ഡിനം. മൊളിബ്ഡിനം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു അലോയിങ് എലമെന്റ് ആണ്. ഇതിന്റെ എഫക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ദി ഹാർഡനബിലിറ്റി, തൊട്ട് മോള് പറഞ്ഞതുപോലെ തന്നെ, ആൻഡ് ഇറ്റ് എലിമിനേറ്റ്സ് ദി ടെമ്പർ ബ്രിട്ടിൽനെസ് കുറയ്ക്കും. ടെമ്പർ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്നവരാണത് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. സോ മോളിബ്ഡിനം എന്ത് ചെയ്യുന്നു? ബ്രിട്ടിൽനെസ് കുറയ്ക്കുന്നു. അതുപോലെ എൻഹാൻസസ് ദി എഫക്ട് ഓഫ് അതർ അലോയിങ് എലമെന്റ്സ്. മറ്റ് അലോയിങ് എലമെന്റ്സിനെ അതൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തോളും. ഓക്കെ, അത് എന്ത് എഫക്റ്റ് ആണ് കൊടുക്കുന്നത് അതിനെ ഒന്നും കൂടി നന്നായിട്ട് കൊടുത്തോ എന്നുള്ള രീതിയിൽ നമുക്ക് ആക്കും. അതായത് ഈ മാംഗനീസ് ഇട്ട് കഴിഞ്ഞാൽ മാംഗനീസ് മറ്റ് അലോയിങ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സിനെ എൻഹാൻസ് ചെയ്യും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് മാംഗനീസ് എന്ന് പറയുന്നത്. സോ മാംഗനീസ്, മോളിബ്ഡിനം രണ്ടെണ്ണം പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന റെഡും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് കാണാൻ പഠിക്കുക. മാംഗനീസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? സൾഫറിന്റെ റെസിഡുവൽ എഫക്ട്സ് കുറയ്ക്കുന്നു. മൊളിബ്ഡിനം ആണെങ്കിൽ എക്സ്പെൻസീവ് ആണ്, അത് മറ്റ് മെറ്റീരിയൽസിന്റെ അലോയിങ് എലമെന്റ്സ് എഫക്ട്സ് മറ്റ് അലോയിങ് എലമെന്റ്സിന്റെ എഫക്ട്സ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഹാർഡനബിലിറ്റി കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തെടുത്തു കഴിഞ്ഞാൽ ക്രോമിയം മോസ്റ്റ് കോമൺ അലോയിങ് എലമെന്റ് ആണ്. ഓക്കെ, മിക്ക സ്റ്റീലുകളിലും ഈ പറയുന്ന ക്രോമിയം ഉണ്ട്. ക്രോമിയം വെരി ഇമ്പോർട്ടന്റ് ആണ്.
ഓൾമോസ്റ്റ് എല്ലാ സ്റ്റീലിലും ഒന്നുണ്ട് ഈ ക്രോമിയം ഉണ്ട്. ക്രോമിയം പല പല പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അത് ഹാർഡ്നെസ് കൂട്ടുന്നുണ്ട്, വിയർ റെസിസ്റ്റൻസ് കൂട്ടുന്നുണ്ട്, കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടുന്നുണ്ട്. സോ എന്തൊക്കെയായാലും ഏത് സ്റ്റീൽ എടുത്താലും അതിലൊന്നുണ്ടാവും ഈ പറയുന്ന ക്രോമിയം ഉണ്ടാവും. സോ ഇറ്റ് ഫോംസ് കാർബൈഡ്സ് ഹാവിങ് ഹൈ ഹാർഡ്നെസ്. ഓക്കെ, ഈ ക്രോമിയം ഇട്ട് കഴിഞ്ഞാൽ എന്താവും, അവിടെ കാർബൈഡ്സ് ഫോം ചെയ്യും. കാർബൈഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്നെസ് കൂടും. ഓക്കെ, ആൻഡ് വിയർ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഹാർഡനബിലിറ്റി കൂട്ടും. പിന്നെന്താണ്, സ്ട്രെങ്ത് കൂട്ടും, വിയർ റെസിസ്റ്റൻസ് കൂട്ടും. പിന്നെന്താണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് ഇത് ആഡ് ചെയ്യാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ മെയിൻ കോമ്പോസിഷൻ ആണെന്ത്, ഈ പറയുന്ന ക്രോമിയം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമ്മൾ 12% അതിന് മുകളിലോ ഈ പറയുന്ന ക്രോമിയം ആഡ് ചെയ്യാറുണ്ട്. സോ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെയിൻ സാധനമാണ് ഈ പറയുന്ന ക്രോമിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമിയം ബേസിക്കലി എന്തൊക്കെ ചെയ്യുന്നത്, അത് വിയർ റെസിസ്റ്റൻസ് കൂട്ടുന്നുണ്ട്, ഹാർഡനബിലിറ്റി കൂട്ടുന്നുണ്ട്, അതുപോലെ എന്താണ് ഈ പറയുന്ന കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. തിയറി പോർഷൻ ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇങ്ങനത്തെ തിയറിയാണ്. ദെൻ ടങ്സ്റ്റൺ എടുത്തു കഴിഞ്ഞാൽ ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു, സ്ട്രോങ് കാർബൈഡ് പ്രൊമോട്ടർ ആണ്. അതായത് ഈ ടങ്സ്റ്റൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാർബൈഡ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സ് കൂടും. അതായത് കാർബൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ കമ്പൈൻഡ് സ്റ്റേറ്റിലുള്ള അവസ്ഥയാണ് നമ്മൾ കാർബൈഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Fe3C, ഒരു സിമെന്റേറ്റ്, ഇതിന് വിളിക്കുന്നവരാണ് സിമെന്റേറ്റ്. ഇതെന്താണ്, ഒരു കാർബൈഡ് ആണ്. സോ കാർബൺ ഇങ്ങനെ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ, ഓക്കെ, കാർബൺ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ എന്താണ്, ഈ പറയുന്ന ഹാർഡ്നെസ് വളരെ കൂടുതലായിരിക്കും. സോ ടങ്സ്റ്റൺ എന്ത് ചെയ്യുന്നു, കാർബൈഡ് പ്രൊമോട്ടർ ആണ്. കാർബൈഡ് ഫോം ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നു. സോ ഇതെന്താണ്, ഈ പറയുന്ന ഹാർഡ്നെസ് കൂട്ടുന്നു. അതുപോലെ തന്നെ ടങ്സ്റ്റൺ എക്സലന്റ് വിയർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഹാർഡ്നെസ് കൂടുതലാണെങ്കിൽ എന്താണ്, അതിന് വിയർ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. സോ ഓൾസോ ടങ്സ്റ്റൺ ഈസ് ആൻ എക്സ്പെൻസീവ് അലോയ് എലമെന്റ് ലൈക്ക് മൊളിബ്ഡിനം പോലെ തന്നെ എന്താണ്, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അലോയിങ് എലമെന്റ് ആണ്. ഇത് മൊളിബ്ഡിനം തരുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഈ പറയുന്ന ടങ്സ്റ്റണും തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ടങ്സ്റ്റൺ അത്രയാണുള്ളത്. അടുത്ത കൊബാൾട്ട് എക്സലന്റ് വിയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓൾസോ ഇൻക്രീസസ് ദി കട്ടിംഗ് എഫിഷ്യൻസി ആൻഡ് റെഡ് ഹാർഡ്നെസ് ഓഫ് ടൂൾ. ഓക്കെ, കട്ടിംഗ് എഫിഷ്യൻസി ആൻഡ് റെഡ് ഹാർഡ്നെസ്, അതായത് സ്റ്റീലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ടൂൾസിന്റെ റെഡ് ഹാർഡ്നെസ്. എന്താണ് ഈ റെഡ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലവേറ്റഡ് ടെമ്പറേച്ചറിൽ ഹാർഡ്നെസ് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു മെറ്റീരിയലിന് എലവേറ്റഡ് ടെമ്പറേച്ചർ, അതായത് ഒരു 700 ഡിഗ്രി സെൽഷ്യസോ 800 ഡിഗ്രി സെൽഷ്യസോ ആ ടെമ്പറേച്ചറിലൊക്കെ അതിന്റെ ഹാർഡ്നെസ് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് സോഫ്റ്റ് ആകുന്നില്ല എങ്കിൽ അത്തരം മെറ്റീരിയൽസിന് റെഡ് ഹാർഡ്നെസ് ഉണ്ട് നമുക്ക് പറയാം. സോ ഈ പറയുന്ന കൊബാൾട്ട് നമ്മൾ ഈ സ്റ്റീലിലേക്ക് ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഹാർഡ്നെസ് കൂടും. ഓക്കെ, അടുത്താണ് കോപ്പർ എന്ന് പറയുന്നത് എന്താണ്, അത് മെയിൻ ആയിട്ട് കോപ്പറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഓൾസോ കോപ്പർ പ്രൊമോട്ട്സ് ദി പ്രസിപ്പിറ്റേഷൻ ഹാർഡനിങ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു എന്താ ഈ പ്രസിപ്പിറ്റേഷൻ ഹാർഡനിങ് എന്ന്, അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. സോ ഈ കോപ്പർ എന്ന് പറയുന്ന സാധനം പ്രസിപ്പിറ്റേഷൻ ഹാർഡനിങ് എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് അടുത്തത്. സോ ദീസ് ആർ ദി സം എലമെന്റ്സ് which are added to the steels and the properties that given by these elements. Okay, കുഴപ്പമില്ലല്ലോ. സോ ഇതാണ്, ഇതിൽ ഞാൻ ഈ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗങ്ങൾ മാത്രം കാണാതിരിക്കുക, ബാലൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ എന്താണ്, ഗീവ് ദി കോമ്പോസിഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ ആൻഡ് വൈറ്റ് അയൺ ഹൈ സ്പീഡ് സ്റ്റീൽ ഇതിന്റെ കോമ്പോസിഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ വൈറ്റ് അയൺ എടുക്കുവാണെങ്കിൽ വൈറ്റ് അയണിൽ എന്തില്ല, ഗ്രാഫൈറ്റ് ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതിൽ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ നമുക്ക് അത് അല്പം ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അല്പം വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിന് വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ചില കാസ്റ്റ് അയണൊക്കെ അല്പം ഗ്രേ കളർ ആയിരിക്കും, അല്ലെങ്കിൽ അല്പം ഡാർക്ക് കളർ ആയിരിക്കും. കാരണം എന്താ, അതിന്റെ അകത്തുള്ള ഗ്രാഫൈറ്റ് ആണ് അതിന് ആ കളർ കൊടുക്കുന്നത്. എന്നാൽ ചില കാസ്റ്റ് അയൺ അല്പം കൂടി ബ്രൈറ്റ് ആയിരിക്കും. നമുക്ക് ഓർണമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന വൈറ്റ് കാസ്റ്റ് അയൺ ഉപയോഗിക്കാം. സോ ഇങ്ങനെ വൈറ്റ് കളർ വരാൻ കാരണം എന്താണ്, അതിന് ഗ്രാഫൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഗ്രാഫൈറ്റ് ഇല്ല. അതുപോലെ കാർബൺ എന്താണ്, സിമെന്റേറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോംപ്ലക്സ് കാർബൈഡ് രൂപത്തിലാണോ കാണപ്പെടുന്നത്, ഗ്രാഫൈറ്റ് രൂപത്തിലല്ല. ഓക്കെ, അതുകൊണ്ട് ഇതിന് വൈറ്റ് കളറാണുള്ളത്. അതുപോലെ തന്നെ ഇതില് ഈ കാർബൈഡ്
ഫ്ലേക്സ് രൂപത്തിലോ അല്ലെങ്കിൽ പെയർലൈറ്റിന്റെ മെട്രിക്സിനെ സറൗണ്ട് ചെയ്തിട്ടോ കാണപ്പെടും. ഓക്കെ, സോറി, ഈ പെയർലൈറ്റ് മെട്രിക്സിനാൽ സറൗണ്ട് ചെയ്യപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ഫ്ലേക്സ് രൂപത്തിലാണോ ഈ പറയുന്ന കാർബൈഡ് ഇതിൽ കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ആബ്സെൻസ് ഓഫ് ഗ്രാഫൈറ്റ് കോസ് വൈറ്റ് അയോൺസ് ലൈറ്റ് കൂൾഡ് അപ്പിയറൻസ്. എന്താണ്, ഈ കാർബൈഡ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, ഇതിന് അല്പം ലൈറ്റ് ആയിട്ട് കൂൾഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഴ്സ്, അതുപോലെ ഡെക്കറേറ്റീവ് ഫീച്ചേഴ്സ്, ടൂൾസ് ആൻഡ് യൂട്ടൻസിൽസ്. അതായത് നമുക്ക് യൂട്ടൻസിൽസ്, അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഫീച്ചേഴ്സ്, ഇവിടെയൊക്കെ എന്താണ്, അല്പം ബ്രൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വൈറ്റ് കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് വൈറ്റ് കാസ്റ്റ്. സോ നെക്സ്റ്റ് എന്താണ്, ഹൈ സ്പീഡ് സ്റ്റീൽ. ഹൈ സ്പീഡ് സ്റ്റീലിന്റെ കോമ്പോസിഷൻ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്? സോ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താ, ഈ പേര് തന്നെ ഉണ്ട്, ഹൈ സ്പീഡ് സ്റ്റീൽ. അതായത് ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസുകൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. എക്സാമ്പിൾ കട്ടർ, മില്ലിംഗ് കട്ടറൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്, ഹൈ സ്പീഡിൽ നമ്മൾ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്, അല്ലെ, മെറ്റീരിയലാണ്. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലാണ്, അല്ലെങ്കിൽ മെറ്റീരിയലാണ് എന്ത്, ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേപ്പബിൾ ഓഫ് മെയിൻറ്റെയിനിങ് ഹാർഡ്നെസ് അറ്റ് എലവേറ്റഡ് ടെമ്പറേച്ചേഴ്സ്. എന്താണ്, എലവേറ്റഡ് ടെമ്പറേച്ചറുകൾ, വലിയ ടെമ്പറേച്ചറുകളിൽ അതിന്റെ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അഥവാ റെഡ് ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഹൈ കട്ടിംഗ് സ്പീഡ്സിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഹൈ കട്ടിംഗ് സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ ദേ ആർ കോംപ്ലക്സ് അയൺ ബേസ് അലോയ്സ് ഓഫ് കാർബൺ, ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം ഓർ ടാങ്സ്റ്റൺ. ഓക്കെ, അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് ദീസ്. അതായത് ഈ പറയുന്ന കാർബൺ, ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം ഇതൊക്കെയാണ് ഇതിന്റെ കോമ്പോസിഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡ്രിൽസ്, ടാപ്സ്, മില്ലിംഗ് കട്ടേഴ്സ് ആൻഡ് ബ്രോച്ചസ്, ഇതൊക്കെ കട്ടിംഗ് ടൂളുകളാണ്, അല്ലെ. ഇങ്ങനെയുള്ള ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കട്ടിംഗ് ടൂളുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഇതിന് ഹൈ വർക്ക് ഹാർഡ്നെസ് ഉണ്ട്, അതുപോലെ ഹൈ വിയർ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ റിട്ടൻഷൻ ഓഫ് ഹാർഡ്നെസ് ആൻഡ് റെഡ് ഹാർഡ്നെസ് ആൻഡ് എക്സലന്റ് ടഫ്നെസ്. ഓക്കെ, ബേസിക്കലി ഇതിന് എന്തുണ്ട്, റെഡ് ഹാർഡ്നെസ് ഉണ്ട്. അതായത് എലവേറ്റഡ് ടെമ്പറേച്ചറിൽ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഹൈ സ്പീഡ് സ്റ്റീൽസിന്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കട്ടിംഗ് ഡിവൈസസ് ആയിട്ടുള്ള ഈ പറയുന്ന ബ്രോച്ചസ്, മില്ലിംഗ് കട്ടേഴ്സ്, ഡ്രിൽസ് തുടങ്ങിയ സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹൈ സ്പീഡ് സ്റ്റീൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ അതാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും മറന്നാൽ മതി. ഹൗ കോൾഡ് വർക്കിംഗ് ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കോൾഡ് വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മെറ്റീരിയൽസിന്റെ സ്ട്രെങ്ത് കൂടുന്നത്? സോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് വർക്കിംഗ് ആൻഡ് ഹോട്ട് വർക്കിംഗ്? കോൾഡ് വർക്കിംഗ് എന്താണ്, ഹോട്ട് വർക്കിംഗ് എന്താണ്, അതെന്താന്ന് നോക്കാം. സോ കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ താഴെ ഒരു മെറ്റീരിയലിന് വർക്ക് ചെയ്യുക, ഒരു മെറ്റീരിയലിനെ ഡീഫോം ചെയ്യുക. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് റൂം ടെമ്പറേച്ചറിൽ നമ്മളൊരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡീഫോം ചെയ്യാണ്, വെറുതെ ഒരു ഹാമർ വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ്. അതെന്താണ്, കോൾഡ് വർക്കിംഗ് ആണ്. സോ കോൾഡ് വർക്കിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്ത്, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെ ഒരു മെറ്റീരിയലിനെ ഡീഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കോൾഡ് വർക്കിംഗ് പ്രോസസ് ആർ പെർഫോംഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി ഇങ്ങനെ കോൾഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്നാ കുഴപ്പം വരുന്നത്, ഹോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടി നല്ലൊരു ഡിഫോർമേഷൻ കിട്ടും. അതായത് ഹോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസിന് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒരു ടെമ്പറേച്ചറിൽ എത്തിച്ചിട്ട് ഡിഫോം ചെയ്യുന്നു. സോ ഡിഫോർമേഷൻ എമൗണ്ട് കൂടുതലായിരിക്കും. എന്നാൽ കോൾഡ് വർക്കിങ്ങിൽ നമ്മൾ വെറുതെ ഹീറ്റ് ചെയ്യാതെ വെറുതെ ഡിഫോം ചെയ്യാണ്. സോ അങ്ങനെ ഡിഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഡിഫോർമേഷൻ നമുക്ക് ആവശ്യമുള്ള അത്ര എമൗണ്ട് കിട്ടൂല. അപ്പൊ ഡിഫോർമേഷൻ കുറവായിരിക്കും, അതായത് റിഡക്ഷൻ ഇൻ സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൾഡ് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഹയർ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും, ശരിയല്ലേ. ഹോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരില്ല. എന്നാൽ കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ പ്രഷർ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും, എന്നാലാണ് ഡിഫോർമേഷൻ കിട്ടുള്ളൂ അവിടെ. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ ഡക്റ്റൈൽ ആണെങ്കിൽ മോർ
ഇറ്റ് ക്യാൻ ബി മോർ കോൾഡ് വർക്ക്ഡ്. നമ്മുടെ മെറ്റീരിയൽ അല്പം ഡക്റ്റൈൽ ആണ്, ഓക്കെ, എങ്കിൽ നമുക്ക് അതിനെ അല്പം കൂടി നല്ല രീതിയിൽ കോൾഡ് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ കോൾഡ് വർക്കിംഗ് ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ആ ക്വസ്റ്റ്യൻ. സോ ഈ കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും? അതിന്റെ നോർമൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ അതിൽ നിന്ന് അല്പം കൂടി മാറിയിട്ട് ഒരു കംപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും, അല്ലേ? അതിനെ സ്ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ അത് അല്പം കൂടി കംപ്രസ് ആവും, അതിന്റെ ഗ്രെയിൻസ് ഒക്കെ അല്പം കൂടി കംപ്രസ് ആയിട്ട് മാറും. സോ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നോർമൽ ടെമ്പറേച്ചറിൽ മെറ്റീരിയൽസിനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസിന് സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവും. സ്ട്രെയിൻ ഹാർഡനിങ്. നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്തു വിചാരിക്കാം. ഈ റബ്ബർ ബാൻഡ് നമ്മൾ ആദ്യം വലിക്കുമ്പോൾ നമുക്ക് ആ വലിക്കുമ്പോൾ ഒരു കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതിയാവും, ശരിയല്ലേ? ഇത് വലിച്ച് മുമ്പോട്ട് വരും തോറും എന്ത് സംഭവിക്കും? നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും. എന്നാലാണ് അവിടെ എന്ത് ചെയ്യുള്ളൂ? പിന്നെ എലോങ്ങേഷൻ നടക്കുള്ളൂ. കാരണം എന്താണ്? വലിക്കും തോറും ആ റബ്ബർ ബാൻഡ് എന്താണ്? ഹാർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എക്സ്ട്രാ കൂടുതൽ ഫോഴ്സ് കൊടുത്താലാണ് പിന്നെയും ഡിഫോർമേഷൻ നടക്കുള്ളൂ. സോ ഈ ഫിനോമിനനെ വിളിക്കുന്നവരാണെന്ത്? സ്ട്രെയിൻ ഹാർഡനിങ്. സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ഹാർഡൻ ആകുന്നു. സോ സിമിലർലി കോൾഡ് വർക്കിംഗിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവുകയാണ്, സ്ട്രെയിൻ സംഭവിക്കുകയാണ്. സ്ട്രെയിൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? ഹാർഡ് ആവുന്നു. സോ ഇങ്ങനെ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവുന്ന മൂലം എന്ത് ചെയ്യുന്നു? ഈ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് കൂടുന്നു. സോ ഇങ്ങനെയാണ് ഈ പറയുന്ന കോൾഡ് വർക്കിംഗ് മുഖേന നമ്മുടെ സ്ട്രെങ്ത് കൂടുന്നത്. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അത്ര എഴുതി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫോളോവിങ് സ്ട്രെങ്തനിങ് മെക്കാനിസംസ് ഇൻ സ്റ്റീൽസ്. സ്ട്രെങ്തനിങ് ബൈ ഗ്രെയിൻ സൈസ് റിഡക്ഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ബൈ സോളിഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ്. നമുക്ക് പല സ്ട്രെങ്തനിങ് മെക്കാനിസംസ് ഉണ്ട്. അതിൽ 2 ചോദിച്ചിരിക്കുന്നത് 5 മാർക്കിന്. ഒന്ന്, ഗ്രെയിൻ സൈസ് റിഡക്ഷൻ വഴി എങ്ങനെ ഒരു മെറ്റീരിയലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നോക്കാം. എന്താണ് സ്ട്രെങ്തനിങ് ബൈ ഗ്രെയിൻ സൈസ് റിഡക്ഷൻ? ഈ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ, ഒരു മെറ്റീരിയൽ, അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുവാണെങ്കിൽ അതിന്റെ ആറ്റങ്ങൾ പല ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ ഓറിയന്റ് ചെയ്തതാണ്. ഇവിടെയുള്ള ആറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇവിടെ വേറെ ഡയറക്ഷനിലായിരിക്കും, ഇവിടെ വേറെ ഡയറക്ഷനിലായിരിക്കും, അങ്ങനെ പല ഡയറക്ഷനിലായിരിക്കും ഓരോ ഗ്രെയിനിന്റെ അകത്ത് ആറ്റങ്ങൾ ഓറിയന്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഓരോ ഗ്രെയിൻസിന്റെയും സൈസിനെയാണ് ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രെയിൻ സൈസ് ഇതാണ് ഗ്രെയിൻ സൈസ്. ഓക്കെ, സോ ഈ ഗ്രെയിൻ സൈസിന്റെ എഫക്റ്റ് എന്താണ്? ഈ ഗ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഓരോ ഗ്രെയിനുകളും ഓരോ ഡയറക്ഷനിലാണ്. ഇപ്പൊ ഇവിടെയുള്ള ആറ്റങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ഗ്രെയിനിന്റെ അകത്തുള്ള ആറ്റങ്ങളൊക്കെ വേറെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ ഗ്രെയിനിലാണെങ്കിൽ വേറെ ഡയറക്ഷനിലായിരിക്കും. ഓരോ ഗ്രെയിനിലെ ആറ്റങ്ങൾ ഓരോ ഡയറക്ഷനിലാണ്. സോ സപ്പോസ് ഒരു ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്താലാണ് ഡീഫോർമേഷൻ ഉണ്ടാവുന്നത്, അല്ലേ? ഒരു വസ്തുവിന് ഡീഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ അകത്ത് ഡിസ്ലൊക്കേഷൻസ് ഉണ്ട്. ആ ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യണം. സോ ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഡിസ്ലൊക്കേഷൻ എന്ന് വിചാരിക്കാം. ആ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്ന വിചാരിക്കാം. ഇപ്പൊ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ ഒരു ഗ്രെയിൻ ബൗണ്ടറി എത്തിയെന്ന് വിചാരിക്കാം. ഇതൊരു ഗ്രെയിൻ ബൗണ്ടറിയാണ്. ഈ ഗ്രെയിൻ ബൗണ്ടറിയിൽ നിന്ന് അടുത്ത ഗ്രെയിൻ ബൗണ്ടറിയിലേക്ക്, അല്ലെ അടുത്ത ഗ്രെയിനിലേക്ക് ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. കാരണം ഈ ഗ്രെയിനിലെയും ആറ്റങ്ങൾ പല ഡയറക്ഷനിൽ അലൈൻ ചെയ്തതാണ്. സോ ഈ ഗ്രെയിൻ ബൗണ്ടറി ക്രോസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ? ഈ ഗ്രെയിൻ ബൗണ്ടറി ക്രോസ് ചെയ്യുള്ളൂ. സോ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രെയിൻ സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മെറ്റീരിയലിന് കുറേ ഗ്രെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ കുറേ ഗ്രെയിൻ ഉണ്ട്, ചെറിയ ഗ്രെയിനുകളാണെന്ന് വിചാരിക്കാം. സോ ഈ ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്ത് ഒരു ഗ്രെയിനിലെത്തി, എന്നിട്ട് ഒരു എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് അടുത്ത ഗ്രെയിനിലേക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അടുത്ത ഗ്രെയിനിലെത്തും. സോ ഡീഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടമാനം ഗ്രെയിൻ ബൗണ്ടറീസ് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യേണ്ടി വരും, അല്ലേ? സോ അത്രയും എക്സ്ട്രാ ഫോഴ്സ് കൊടുത്താലാണ് എന്ത് ചെയ്യുള്ളൂ? ഡീഫോർമേഷൻ നടക്കുകയുള്ളൂ. സോ ഗ്രെയിൻ സൈസ് നമ്മൾ കൂട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെറ്റീരിയലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, അതിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. സോ ഈ പ്രോസസ്സിന് വിളിക്കുന്നവരാണെന്ത്? സ്ട്രെങ്തനിങ് ബൈ ഗ്രെയിൻ സൈസ് റിഡക്ഷൻ. മറ്റൊന്നുമില്ല, എന്താണ്? ഗ്രെയിൻ സൈസ് കുറച്ച് കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻസിന് ഈ ഗ്രെയിനുകൾ കവർ ചെയ്ത് പോകണമെങ്കിൽ, ഒരു ഗ്രെയിനിൽ നിന്ന് അടുത്ത ഗ്രെയിനിലേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഫോഴ്സസ് വേണ്ടി വരും. സോ ഗ്രെയിൻസിന്റെ എമൗണ്ട് കൂട്ടുവാണെങ്കിൽ
നമുക്ക് കൊടുക്കേണ്ട ഫോഴ്സിന്റെ എമൗണ്ടും കൂടും. സോ ദെയർ ബൈ വി ക്യാൻ ഇൻക്രീസ് ദി സ്ട്രെങ്ത്. സോ അതാണെന്ത് സ്ട്രെങ്തനിങ് ബൈ ഗ്രെയിൻ സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ് എന്താ നോക്കാം. സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു മെറ്റീരിയൽ അതിന്റെ നോർമൽ ആറ്റങ്ങളാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. നോർമൽ ആറ്റങ്ങളാണ്. നമ്മൾ ഇതിലേക്ക് ഒരു ഇംപ്യൂരിറ്റി ആറ്റം, ഏതെങ്കിലും ഒരു ഇംപ്യൂരിറ്റി ആറ്റം ഇതിന്റെ ഇന്റർസ്റ്റേഷ്യൽ സ്പേസിലേക്ക് ആഡ് ചെയ്യുന്നു വിചാരിക്കാം. ഒരു ഇംപ്യൂരിറ്റി ആറ്റം. ഓക്കെ, സോ ഇങ്ങനെ ഇംപ്യൂരിറ്റി ആറ്റംസ് ഇതിന്റെ ഇന്റർസ്റ്റേഷ്യൽ സ്പേസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ചെറിയ സ്ട്രെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയ ടെൻസൈൽ ഓർ കംപ്രസീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. കാരണം ഇവിടുത്തെ സ്പേസ് വളരെ കുറവാണ്, ഇന്റർസ്റ്റേഷ്യൽ സ്പേസ് ആണ്. ഒരു ആറ്റത്തിന് ഒക്കുപ്പ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഇല്ല. സോ അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ട്രാ ഒരു ഇംപ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ചെറിയ ടെൻസൈൽ ഓർ കംപ്രസീവ് സ്ട്രെസ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ ഒരു ടെൻസൈൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഒരു സ്ട്രെയിൻ ഉണ്ടാവും അല്ലേ? അവിടെയുള്ള ആറ്റങ്ങൾ അല്പം മൂവ് ചെയ്യും പല ഡയറക്ഷനിലായിട്ട്. സോ ഇങ്ങനെ സ്ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? ഒന്ന് ഹാർഡാവും. ഞാൻ പറഞ്ഞു സ്ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഹാർഡനിങ് സംഭവിക്കും, അതായത് സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കും. സോ ഈ ഇന്റർസ്റ്റേഷ്യൽ സ്പേസിന്റെ അടുത്തുള്ള ആറ്റങ്ങൾ ഒന്ന് സ്ട്രെയിൻ ആവുന്നു, അഥവാ അതൊന്നും അതിന്റെ നോർമൽ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവിടെ ചെറിയൊരു ഹാർഡനിങ് ഉണ്ടാവുന്നു. സോ അങ്ങനെ നമ്മൾ കുറെ ഇന്റർസ്റ്റേഷ്യൽ പൊസിഷനിൽ നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന ഇംപ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവിടെ എല്ലാം ചെറിയ ലോക്കൽ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവുന്നു. ആൻഡ് ഇൻ എഫക്ട് നമുക്ക് നല്ല ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും. സോ ഈ പ്രോസസ്സിന് വിളിക്കുന്നവരാണെന്ത്? സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ്. അതായത് ഇംപ്യൂരിറ്റി ആറ്റംസ് ഈ പറയുന്ന ഇന്റർസ്റ്റേഷ്യൽ സ്പേസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് ആ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സ്ട്രെങ്തനിങ് ബൈ ഗ്രെയിൻ സൈസ് റിഡക്ഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ നോൺ ഫെറസ് അലോയ്സ്? ഗിവ് 2 എക്സാമ്പിൾസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്. നോൺ ഫെറസ് അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എക്സാമ്പിൾസ് പറയുക, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് പറയാം. എന്താ നോൺ ഫെറസ് അലോയ്സ്? പേര് തന്നെ ഉണ്ട്. എന്താ നോൺ ഫെറസ് അലോയ്സ്? എന്താണ്? ഫെറസ് അല്ലാത്ത, മീൻസ് അയൺ ഇല്ലാത്ത അലോയ്സ്. അയൺ അഥവാ Fe ഇല്ലാത്ത അലോയ്സ് നോൺ ഫെറസ്. ഓക്കെ, കൊണ്ടമാനമുണ്ട് എക്സാമ്പിൾസ്. നമുക്ക് ഏതെങ്കിലും 2 എക്സാമ്പിൾസ് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്ന് ബ്രാസ്, 2 ബ്രോൺസ്. ബ്രാസിലും ബ്രോൺസിലും എന്തില്ല? ഈ പറയുന്ന അയൺ ഇല്ല. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ പ്ലസ് സിങ്ക് ആണ് അല്ലെ? ഇതിൽ അയൺ ഇല്ല. സോ ഒരു നോൺ ഫെറസ് അലോയ് ആണ് ബ്രാസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ബ്രാസ് കണ്ടെയ്ൻ സിങ്ക് ആസ് പ്രിൻസിപ്പൽ അലോയിങ് എലമെന്റ്. ഇതിൽ ബേസിക്കലി സിങ്ക് ആണുള്ളത്, കോപ്പറും ഉണ്ട്. ബ്രാസ് ആർ ഹൈ റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് ഇറ്റ് ഈസ് ഈസിലി മെഷീനബിൾ. എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആണ് ഇതിന്. അതുപോലെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ഗുഡ് ബെയറിംഗ് മെറ്റീരിയൽ. ബെയറിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, then zinc in brass increases the ductility along with the strength. Zinc എന്ത് ചെയ്യുന്നു? ഡക്റ്റിലിറ്റി കൂട്ടുന്നു. It has a lower thermal and electrical conductivity. ഓക്കെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? കുറവാണ്. പിന്നെ അടുത്ത് ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് കോപ്പർ ആൻഡ് ടിൻ. കോപ്പറിന്റെയും ടിന്നിന്റെയും ഒരു കോമ്പോസിഷൻ ആണ് അല്ലെ? ഇനി ഇതിനെന്താണ്? നമ്മുടെ ബ്രാസിനേക്കാൾ കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. സുപ്പീരിയർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ് ദാൻ ബ്രാസ്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹാർഡ് ആൻഡ് റെസിസ്റ്റ് സർഫസ് വിയർ. അതായത് ഈ പറയുന്ന ബ്രാസിനേക്കാൾ ഹാർഡാണിത്. അതുപോലെ ഇതെന്ത് ചെയ്യുന്നു? സർഫസ് വിയർ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി റോൾഡ് ഇൻ ടു വയേഴ്സ്, റോഡ്സ് ആൻഡ് ഷീറ്റ്സ്. ഇത് നമുക്ക് ഷീറ്റ് ആക്കാം, അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? വയറുകളാക്കാൻ പറ്റും, അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? റോഡ് രൂപത്തിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബ്രോൺസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
സോ ഇത്രയാണ് മൊഡ്യൂൾ 4 നിന്ന് 2022 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. പ്രോബ്ലംസ് ഇല്ല, ഇക്വേഷൻസ് ഇല്ല. സോ നിങ്ങൾക്ക് ജസ്റ്റ് കാണാതെ പഠിച്ചാൽ മതിയാവും. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് മൊഡ്യൂൾ 5 വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.